മൊയിൽ കുട്ടികളെ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ മൊയിലും കുട്ടി ഈ ഭാഗത്തുനിന്ന് പിടിക്കടാ. മൊയിൽ കുട്ടികളെ തന്നെ നമുക്ക് കാണാൻ, മൊയിൽ കുട്ടികളെ തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 6 മാസം വേണം ഇവര് ഗർഭിണികൾ പ്രസവിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് വളർച്ച വന്ന ഗർഭിണികളാകുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രസവിക്കുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകത എന്താണെന്ന് ഇവരെ രോമങ്ങളെല്ലാം കൊഴിച്ച് അവരൊരു സ്ഥലത്ത് കൂട്ടി വയ്ക്കും. ആ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രസവിക്കാറായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു 33 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവർ പ്രസവിക്കും. അപ്പോൾ ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മേനും കുട്ടിയെന്നുള്ളതിനും കൂടിയിട്ട് നമ്മൾ വേറെ ഇപ്പോൾ ഇത് 4 കുട്ടികളാണ്. ഈ 4 കുട്ടികൾ പ്രസവിച്ചിട്ടില്ല. അവർ കുട്ടികൾ വളർന്നു വലുപ്പായി. അത് ചെറിയ ഗർഭിണിയാണെന്ന് തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊരു മാറ്റം അതിന് കാണാനുണ്ട്. ബ്രെയിനിനെ സംബന്ധിച്ച് ആ മൊയിൽക്കുട്ടിക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവർ പ്രസവിക്കുന്ന നേരം ആ രോമങ്ങളൊക്കെ കൊഴിക്കുന്നതാണ് നിങ്ങളുടെ അറിവിൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ മൊയിൽക്കുട്ടികൾ. പിന്നെ ഏത് സാധനം ഇവർക്ക് തിന്നാം. ഏത് സാധനം വെച്ചാൽ പുല്ല്, ഏത് തരം പുല്ല് തിന്നും. ക്യാരറ്റ് തിന്നും, ചോറ് തിന്നും. പിന്നെ ഇവരെ കൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നൂലോളിക്കില്ല. നമുക്ക് എവിടേക്ക് പോയാലും അയൽപ്പക്കക്കാർക്ക് ആർക്കും ശല്യം ഉണ്ടാവില്ല. എനിക്ക് ഈ എല്ലാ മൃഗങ്ങളെയും വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗം തോന്നിയത് ഇപ്പോൾ ഇവർ തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു ശല്യം ഇല്ല. നല്ല അനുസരണയും നല്ല സ്വഭാവമുള്ള കുട്ടികളാണ് ഇവർ. ഇവർ കഴിക്കുന്നത് കണ്ടുക. അപ്പോൾ പിന്നെ അത് തന്നെ നമുക്ക് വലുതാക്കി ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് കറി വെച്ച് കഴിക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടികളാകുമ്പോൾ നമുക്കിത് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് വിഷമമൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ആയിട്ടാണ് ഇവർ വളർത്തുന്നത്. പക്ഷെ ഇവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് അതൊന്നും തോന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും മൊയിൽ കൃഷി തുടങ്ങുക. മൊയിൽ കൃഷി പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴൊന്നും കൂടുന്ന വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് കൂട് വൃത്തിയാക്കുക. അതുമാതിരി തന്നെ ഇവർക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന പുല്ലൊക്കെ ചിലവാക്കാൻ നല്ലതാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ രണ്ടാളത് അവിടെ ഇരുന്ന് ഉഷാറായിട്ട് അവർ സ്നേഹം പോലെ അവർ തമ്മിൽ തിന്നണം. ഇവിടെ രണ്ടാൾ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് തിന്നുന്നു. അങ്ങനെ 4 മൊയിൽക്കുട്ടികളാണ്. ഈ ഭാവി നമ്മൾ പ്രസവിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേറെ പരിചയപ്പെടുത്തി തരാം കേട്ടോ.